മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു മനസ്സോടെ ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെപ്പോലെ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. പലതരത്തിലുള്ള വ്യക്തികൾ ഇതിനകത്തുണ്ടാകാം. ദുഃഖങ്ങളും സന്തോഷങ്ങളുള്ളവർ, പാപത്തിനും പാപ സാഹചര്യങ്ങൾക്കൊക്കെ അടിമകളായിരിക്കുന്ന മക്കളായിരിക്കാം. കർത്താവ് വചനമയച്ച് നമ്മെ അനുഗ്രഹിക്കുവാനും ശക്തിപ്പെടുത്തുവാനും പോവുകയാണ്. നമുക്കറിയാം, മനുഷ്യൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കേണ്ടതിന് പകരം സൃഷ്ടാവിനേക്കാൾ ഉപരിയായി സൃഷ്ടിയെ സ്നേഹിച്ചതിൻ്റെ ദുഃഖങ്ങളുള്ളവരുണ്ടാകാം. മന്ത്രവാദത്തിൻ്റെയും ക്ഷുദ്രവിദ്യയുടെയും അന്യദേവന്മാരുടെയൊക്കെ പോയിട്ടുള്ളവർ ഉണ്ടാകാം. എന്നാൽ ദൈവമായ കർത്താവ് പറയുന്നു, ഞാൻ നിൻ്റെ പാപങ്ങളെല്ലാം തൂത്തെറിഞ്ഞ് അവ ഓർമ്മിക്കുക പോലും ചെയ്യില്ല എന്ന്. അങ്ങനെ ക്ഷമിക്കുന്നൊരു കർത്താവ്, അനുഗ്രഹിക്കുന്നൊരു കർത്താവ് നമ്മോട് പറയുന്ന വചനം ശ്രദ്ധയോടെ നോക്കി കേൾക്കാം. ബാറൂക്കിൻ്റെ പുസ്തകം 4-ാം അധ്യായം 28-ാം വാക്യം. ദൈവത്തിൽ നിന്ന് അകലുവാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടത്തെ തേടുവിൻ. മകളെ, ബന്ധങ്ങളുടെ തകർച്ചയാണ് പാപമെന്ന് പറയുന്നത്. ദൈവത്തോടുള്ള ബന്ധം, മനുഷ്യനോടുള്ള ബന്ധം, തന്നോടുള്ള ബന്ധം, ഈ ബന്ധങ്ങൾ അകലുമ്പോൾ പിശാചിൻ്റെ പണി ആരംഭിക്കുകയായി. അതുവഴിയായി ദൈവസ്നേഹത്തിൽ നിന്ന് അകലാനായിട്ട് ഇടവരുന്നു. തിന്മയുടെ സ്വാധീനം മൂലമായി ദൈവത്തോടകന്ന്, മാതാപിതാക്കന്മാരോടകന്ന്, മക്കളോടകന്ന്, സഭയോടുള്ള ബന്ധത്തിൽ നിന്നകന്ന്, വചനത്തോടുള്ള ബന്ധത്തിൽ നിന്നകന്ന്, അതുപോലെ തന്നെ പ്രത്യേകമായ വിധത്തിൽ മാതാവിനോടുള്ള ബന്ധത്തിൽ നിന്നകന്ന് ജീവിതം അങ്ങനെ താറുമാറാകുന്ന അവസ്ഥയിലേക്ക് പോകുകയാണ്. അതുകൊണ്ടാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തിയത്, എത്ര തീഷ്ണതയോടെയാണോ പാപത്തിനും പാപസുഖത്തിനും വേണ്ടി നീ കടന്നുപോയത്, അതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ കടന്നു വന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വസിക്കുവിനെന്ന്. സ്നേഹമുള്ളിടത്ത് പാപമില്ല. സ്നേഹമുള്ളിടത്ത് ദൈവ സാന്നിധ്യമുണ്ട്. സ്നേഹമുള്ളിടത്ത്, ബന്ധങ്ങളുള്ളിടത്ത് ദൈവത്തിൻ്റെ കൃപകളുണ്ട്. യേശുവിന് ക്ഷമിക്കാൻ പറ്റാത്തതായ ഒരു പാപവുമില്ല. അനുതപിച്ച് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരിക, കർത്താവിത കാത്തു നിൽക്കുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇതാ ഈശോ, പാപങ്ങൾ ക്ഷമിക്കുന്ന ഈശോ നമ്മുടെ മുമ്പിൽ വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഈ കൂട്ടായ്മയോടും, ഈ വചനം ഷെയർ ചെയ്യുന്ന സർവ്വ മക്കളോടു കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.